ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂടുതൽ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ, സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മഴയൊക്കെ മാറി എന്നാൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന പറ്റിയൊരു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതെ, മക്കളൊക്കെ പള്ളിയിലേക്ക് പോകാണ്. ഇനി എന്താ പറയുക, സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് അവർ ഉച്ചയ്ക്കേ വരത്തുള്ളൂ കേട്ടോ. ഇതേ അവർ മഴയൊന്നും ഇല്ലാത്ത കാരണം സൈക്കിളിനാണ് പോണത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന് കരുതിയിട്ടാ. ഇന്ന് നല്ല ക്ലീനിങ് ആണ്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ക്ലീനിങ്ങിലേക്ക് പോയി. അപ്പോൾ കുട്ടികളൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും കൂട്ടാൻ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ചേട്ടൻ ഇന്നലെ, അതായത് തലേദിവസം ബീഫൊക്കെ വാങ്ങി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാനിപ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളകുപൊടി, എന്താ പറയുക, ഗരം മസാല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇഞ്ചി, പച്ചമുളക്, സവോളയൊക്കെ ഇട്ടിട്ട് വേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് ആക്കി ആയതാണ്. ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് നമുക്ക് കായും ഒക്കെ റെഡിയാക്കി വെക്കണം. ഇതാ നേന്ത്രക്കായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞ് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ബീഫും കായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കൂട്ടാനൊക്കെ വയ്ക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചോറൊക്കെ ഞാൻ ഊറ്റി വയ്ക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നേന്ത്രക്കായൊക്കെ അരിയാൻ. പിന്നെ കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ആകെ വീട് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കണം. ഇനി ബാക്കി നമുക്ക് അപ്പം കാണാം. അപ്പോൾ അതേ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബീഫ് കറി വയ്ക്കാൻ നോക്കാം. ബീഫും കായിട്ടത്. അപ്പോൾ സബോള, ഇഞ്ചി, എന്താ പറയുക, വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ വഴറ്റാം. അത് കഴിഞ്ഞിട്ട് വേണം കായൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കാം. ആ നേരം കൊണ്ട് ഞാൻ ഇതിനിടയിൽ ഇത്തിരി പച്ചരിയും ഉഴുന്നും, എന്താ പറയുക, ഇത്തിരി സ്പൂണ് ഉലുവയും ഒക്കെ ഇതിൽ വെള്ളത്തിലിട്ട് കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. നാളേക്ക് ഇഡ്ഡലിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുതിരുമ്പോൾ ഇത് മിക്സിയിൽ അടിച്ച് വയ്ക്കണം. വെള്ളത്തിൽ അവിടെ കിടന്ന് കുതിരട്ടെ. അപ്പം ഈ നേരം കൊണ്ട് നമ്മുടെ സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെന്താ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി കൂടി ആയതിനു ശേഷം കറിയിലേക്ക് പോവാം. മാറാള തട്ടൽ, ഫാൻ തുടയ്ക്കൽ, അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് തുടയ്ക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചുവലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ്റെ നോക്കാം. കുട്ടികളൊക്കെ വരും. അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടാറില്ല. വീട്ടിൽ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി പണി കൂടുതലാണ് നമുക്ക് വീടുകളിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. മറ്റുള്ളവർക്കൊക്കെ ഞായറാഴ്ച കുറച്ച് നേരമെങ്കിലും ഇരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇരിക്കാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു ദിവസമാണ് ഞായറാഴ്ച. ഒരുപാട് പണികൾ കൂടുതൽ ഉള്ള ദിവസമാണ് നമുക്ക്. അപ്പോൾ വേഗം ഞാൻ അടിച്ചോരി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് വേണം ഇനി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്. ഇപ്പം മഴ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നിവർത്തിയിടണം. അപ്പോൾ മഴ വരുമ്പോൾ കുറേശ്ശൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. നമുക്ക് വഞ്ഞതൊക്കെ കയറ്റി ബാക്കിൽ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഷീറ്റിലേക്കൊക്കെ ഇടാമല്ലോ. അതിനിടയിൽ മസാലപ്പൊടികളും തക്കാളിയും ഒക്കെ ചേർത്ത് നന്നായി ഇളക്കാണ് കേട്ടോ. പാത്രം കഴുകുന്നിടത്ത് സിങ്കിൽ നല്ല ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അതിൻ്റെ പണിയുമായിരുന്നു. വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ളത്. അപ്പോൾ അവിടെ ബീഫും കായും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയുടെ ഞാൻ കുറച്ച് അരിഞ്ഞിടണം കേട്ടോ. ഒരു പിടി മല്ലിയില നമ്മുടെ ബീഫും കായിലേക്ക് അരിഞ്ഞിടണം. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി. ഇനി മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ചോറ് കഴിക്കാം. അപ്പം നമുക്ക് എല്ലാവരും വന്നു. അപ്പം ചോറ് ഉണ്ണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വേഗം കറികളൊക്കെ ആക്കി എല്ലാവരും കൂടി ഒരുമിച്ച്. എന്തൊക്കെയായിരുന്നു ഇന്ന് സൺഡേ സ്കൂളിൽ പോയതിന് ശേഷം മോനുവാ? ഇന്ന് എന്തൊക്കെയായിരുന്നു അവിടെ? ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ എന്തോ ഉണ്ടായിരുന്നല്ലോ. പടമര അല്ലേ, ചിത്രരചന മത്സരം അല്ല ചിബുവാ? അപ്പോൾ ഇവിടുത്തെ ബീഫിൻ്റെ ഒപ്പം കായ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. കടലാസ് നോക്കുമ്പോ എങ്ങനെ കിട്ടാന്നൊന്നും അറിയില്ല. അവൻ വരച്ചത് നന്നായില്ലെന്ന് പറയുന്നുണ്ട്. അത് ശരി.
ചെടിയും ഭൂമി. ആ ഇന്ന് ക്ലാസ് എടുത്താ കണ്ട സ്കൂൾ എടുത്തിട്ടുണ്ടാവുന്നില്ല. കുറച്ചു നേരം എടുത്തിട്ട് പിന്നെ ചിത്രരചന മത്സരം അല്ലേ? പിന്നെ ശനിയാഴ്ച എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് 7 മണിയാകുമ്പോ പള്ളിയിലേക്ക്. എന്നിട്ടാ അവിടെ പാട്ടൊക്കെ പഠിപ്പിക്കണ കൊയന്ന് പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും വരണമെന്ന്. അപ്പൊ ഞങ്ങള് ചോറിനാട്ടാം വെല്ലിപ്പള്ളിയെ പോയിക്കാം. അവിടെ എന്തൊരു മീറ്റിംഗ് ഉണ്ടല്ലേ? അപ്പൊ അപ്പൊ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വരണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്നിട്ടാ എല്ലാവർക്കും ഇന്ന് സ്പെഷ്യലായിട്ട് എന്തിട്ടുള്ളേ? അപ്പം ഞങ്ങള് ചോറുണ്ട് കേട്ടോ. മതിയാ. അത് കഴിഞ്ഞ് നല്ല വെയിൽ വെച്ചത് കണ്ടപ്പോൾ തുണികൾ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് പോയിട്ടാ. പിന്നെ വന്ന് ഉഴുന്ന അരിയൊക്കെ കുതിർത്തത് അരച്ചു വെച്ചു. ഷാജിചേട്ടൻ അവിടെ നല്ല പണിയിലാണ് കേട്ടോ. ബാത്റൂമിലെയും മുറികളിലെയൊക്കെ മിറർ ഉണ്ടല്ലോ, അതൊക്കെ തുടക്കുകയാണ്. ഫാനൊക്കെ തുടയ്ക്കാൻ ഷാജിചേട്ടൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇന്നെന്തായാലും നല്ല നേരമാണ് ആൾക്ക്. അപ്പോൾ പിന്നെ അത് ചെയ്തോട്ടെ എന്ന് ഞാനും കരുതിയിട്ടാണ്. ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ലേ. മിററൊക്കെ ഞാൻ തുടച്ച എത്ര വൃത്തിയായാലും ഷാജിചേട്ടൻ വൃത്തിയായാലും എന്നൊക്കെ കടലാസിലെ കടലാസോടെ ന്യൂസ് പേപ്പറിലെ ന്യൂസ് പേപ്പറോട് തുടച്ചാൽ മതിയോട്ടാ, നീറ്റായി കിട്ടും. അഴുക്കൊക്കെ പോയിട്ടേ ചില്ലി തിറന്ന് ന്യൂസ് പേപ്പർ തുടച്ചാ. ഇപ്പൊ കണ്ടോ നിങ്ങൾ എങ്ങനെ ചെയ്ത ചില്ല നോക്കട്ടെ. ചില്ല എങ്ങനെ ചെയ്തു നോക്കിട്ടില്ലേ? അടിപൊളിയായിട്ടാ. നോക്ക് മുഖം കാണാൻ പറ്റണ്ട. ഇപ്പൊ കണ്ടോ ചില്ലിന്റെ പോലെ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പറിനോട് തുടച്ചോട്ടെ. നാളെയാ ഇനി എപ്പോഴാ ചെയ്യാൻ എന്നെ കുറിപ്പില്ല. ന്യൂസ് പേപ്പറോട് അടിപൊളി തുടച്ചെടുക്കാം. അപ്പോൾ 4 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നോക്കാം കേട്ടോ. ചായ അല്ല, എപ്പോഴും ചായ കഴിക്കാറ്. ഇതിപ്പോൾ ബ്രൂ കോഫിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചായ ഞാൻ ചായ ഞാൻ പറഞ്ഞിരിക്കണം. ബ്രൂ കോഫിയാണ്. അപ്പോഴാ കാപ്പി കുടിക്കാവാ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പവും പിന്നെ റസ്കും ആണ് കേട്ടോ. അമ്മ അത് കോഫിയാട്ടാ, ബ്രൂ കോഫിയാ. കോഫി അത്ര അധികം എനിക്ക് താല്പര്യമല്ല. അമ്മ ചായ താല്പര്യം. അപ്പൊ ഒന്ന് ഷാഡൻ പറഞ്ഞു, ഷാഡൻ ഒന്നൊരു ബ്രൂ കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ കാപ്പി പിടിച്ചോട്ടാ. അപ്പൊ നമ്മുടെ കുഞ്ഞു ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ. എല്ലാവരും ടാറ്റ പറഞ്ഞോ. ഓക്കെ ബൈ. ടാറ്റ.